ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയ കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 2 മുട്ടയാണ്. അപ്പോൾ ഈ 2 മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 2 മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മതി. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി മതി, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊരു ദോശയുടെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ബ്രൗൺ ഷുഗർ അതേ കളറിലിരിക്കുന്നത്. ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്നുകൂടെ ഇത് ഇളക്കി യോജിപ്പിക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചുട്ടെടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പരത്തി കൊടുക്കാം. വേവട്ടെ. ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് കൊടുക്കാം. മൈദ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ എല്ലാം ചുട്ട് എടുക്കാം. ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാം ചുട്ടിട്ട് വരാം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടയും മൈദയും വെച്ചിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പൊറോട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റാട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ വരാം. താങ്ക് യു. ബൈ.